കരാട്ടെ കിഡ് ലെജൻസ് എന്ന കരാട്ടെ കിഡ് മൂവി ഫ്രാഞ്ചൈസിയിലെ തന്നെ ഏറ്റവും വീക്കസ്റ്റ് മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ആയത്. കാരണം ഈ ഒരു മൂവിയിൽ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന എലമെന്റ്സോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റോറി ലൈനോ ഒന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ട്, കാരണം കരാട്ടെ കിഡ് മൂവി ഫ്രാഞ്ചൈസിയിലെ മൂവി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സ്ഥിരമായിട്ട് നമ്മൾ ആ ഒരു മൂവി ഫ്രാഞ്ചൈസി കണ്ടുവരുന്ന അതേ സ്റ്റോറി തന്നെയാണ്. ഒരു പയ്യൻ പുതിയൊരു സിറ്റിയിലോട്ട് പോകുന്നതും പുതിയൊരു ലൈഫ് സ്റ്റൈലും അവന് പുതിയൊരു ഗേൾഫ്രണ്ട് ആവുന്നതും പിന്നീട് അവിടെ നടക്കുന്ന ഫൈറ്റും ഈ ഒരു ക്യാരക്ടർ ബുള്ളി ചെയ്യപ്പെടുന്നതും പിന്നീട് പുള്ളിക്കാരൻ റിവെഞ്ചിന് വേണ്ടി ആ ഒരു മാർഷൽ ആർട്സ് പഠിക്കുന്നതും അറ്റാക്ക് ചെയ്യുന്നതും അതേ സെയിം സ്റ്റോറി തന്നെയാണ് ഈ ഒരു മൂവിയിലും. ഈ കരാട്ടെ കിഡ് എന്ന് പറയുന്ന മൂവി ഉണ്ടല്ലോ 2010 റിലീസ് ആയ ജാക്കി ജാനും ജേഡൻ സ്മിത്ത് ഒക്കെ ഉള്ള മാൻ, ആ ഒരു മൂവി തന്ന ഇമ്പാക്ട് നമ്മൾ ഇന്നും ആ ഒരു സിനിമ ഫുൾ ഇരുന്ന് കാണാം. അമ്മാതിരി ലെവലായിട്ടുള്ള ഓരോ സീക്വൻസും, ആ ഒരു ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതായാലും ശരി, ജേഡൻ സ്മിത്തിന്റെ ആ ഒരു ഇമോഷൻ ആയാലും പുള്ളിക്കാരന്റെ ആങ്കർ ആയാലും ഇച്ച് ആൻഡ് എവറി സീക്വൻസ് ഇൻ ദ മൂവി വാസ് ലൈക്ക് അമേസിംഗ് ആയിരുന്നു. ഒന്നുപോലും നമുക്ക് മോശം എന്ന് പറയാനില്ല. ഈ ഒരു മൂവി ഫ്രാഞ്ചൈസിലുള്ള എല്ലാ മൂവീസും അടിപൊളിയാണ്. ദ നെക്സ്റ്റ് കരാട്ടെ കിഡ് എന്നൊരു മൂവി ഉണ്ട്, ഒരു ഗേളിനെ ട്രെയിൻ ചെയ്യുന്നത്, അത് ഞാൻ കണ്ടിട്ടില്ല. ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. ആൻഡ് ഈ ഒരു മൂവിയിലോട്ട് വരുമ്പോൾ ഇതൊരു 6th മൂവിയാണ് ഈ ഒരു മൂവി ഫ്രാഞ്ചൈസിൽ. ആൻഡ് ഈ ഒരു സിനിമ കാണാനുള്ള മെയിൻ റീസൺ നമുക്കറിയാം, സ്റ്റോറിയും കാര്യങ്ങളൊക്കെ അത് തന്നെ സെയിം ആണ്, ആ ഒരു ഇമോഷനൊക്കെ തന്നെയായിരിക്കും. പക്ഷേ എന്നെ അട്രാക്ട് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ജാക്കി ജാനാണ്, പിന്നെ റാഫേലുണ്ട്, നമ്മളെ കോബ്ര കൈയിലെയും കരാട്ടെ കിഡിലൊക്കെ. സോ ഇങ്ങനത്തെ കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് അത്ര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ ഈ സിനിമ കാണാനായിട്ട്. ട്രെയിലർ കണ്ടപ്പോഴും അടിപൊളിയായിരുന്നു. പക്ഷേ സിനിമയിൽ ആ ഒരു ട്രെയിലറിൽ നിന്ന് കിട്ടിയ ഒരു ഇമോഷന്റെ 1% പോലും എനിക്ക് എവിടെയും കിട്ടിയില്ല. വളരെ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ സിനിമ സ്റ്റാർട്ട് ചെയ്ത് കുറെ നേരത്തേക്ക് ഒരു ഫീലും ഇല്ല, എന്തോ ഇങ്ങനെ സ്ക്രീനിൽ കാണുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അങ്ങനത്തെ ഒരു ഫീൽ ആയിരുന്നു എനിക്ക് കിട്ടിയത്. അതിന്റെ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ എനിക്ക് കൊള്ളാം, നൈസ് ആണെന്ന് തോന്നി. ഈ ഒരു മൂല കരാട്ടെ കിട്ടുണ്ട്, പുള്ളിക്കാരൻ ഒരു ബോക്സിനെ കുൻഫു പഠിപ്പിക്കുന്ന സീക്വൻസ് ഉണ്ട്, അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ആൻഡ് സെക്കൻഡ് ഹാഫിലോട്ടാണ് ശരിക്കും ആ ഒരു മൂവിയുടെ സ്റ്റോറി ലൈനിലോട്ട് അവർ എത്തുന്നത്. പിന്നീട് ജാക്കി ജാൻ വരുന്നു, റാഫേൽ വരുന്നു, ഇയാൾ കരാട്ടെ പഠിക്കുന്നു, എല്ലാം പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഒരു ഇമോഷണൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ ആ ഒരു കരാട്ടെ കിട്ടായാൽ പോലും അവൻ തിരിച്ചടിക്കുന്നുണ്ട്, ഓക്കെ, അവൻ ട്രെയിൻ ചെയ്യുന്നുണ്ട്, അവൻ കുൻഫു പഠിക്കുന്നുണ്ട്, കരാട്ടെ പഠിക്കുന്നു. ഓൾറെഡി കുൻഫു അറിയുന്ന ഒരാളാണ്, കരാട്ടെ പഠിക്കുന്നുണ്ട്. അതായത് 2 ഫാമിലി 1 ട്രീ. സോ ആ കരാട്ടെ കുൻഫു രണ്ടും കൂടി ഒരുമിച്ച് ആ ഒരു 2 മാർഷൽ ആർട്സും പഠിച്ചു പോകുന്നുണ്ട്, എല്ലാം ഓക്കെ ഫൈൻ. പക്ഷേ ഇവന്റെ ഒരു വാശി അല്ലെങ്കിൽ ഇവന്റെ ഒരു ഇമോഷൻ എവിടെയെങ്കിലും കണക്ട് ചെയ്യാന്ന് ചോദിച്ചാൽ എനിക്ക് എവിടെയും കണക്ട് ആയില്ല. നീ എന്തോ ചെയ്തപ്പോൾ അടിച്ചോ, അങ്ങനത്തെ ഒരു മൈൻഡാണ്. കാരണം ഈ കരാട്ടെ കിഡ് ലൈക്ക് ജാക്കി ജാനും ജേഡൻ സ്മിത്തുള്ള മൂവി എന്ന് പറയുമ്പോൾ ജേഡൻ സ്മിത്തിന് അടി കിട്ടുമ്പോൾ അവന്റെ ഒരു ഇമോഷനും ദേഷ്യമൊക്കെ അവന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഓക്കെ, തിരിച്ചടിക്കണം, അതേ ഫീൽ നമുക്കും കിട്ടും. ഓക്കെ, അതും എസ്പെഷ്യലി ക്ലൈമാക്സിലുള്ള ആ ഒരു ഷോട്ടും അല്ലെങ്കിൽ ആ ഒരു ഫൈറ്റ് ഒക്കെ വേറെ ലെവലാണ്. പുള്ളിക്കാരൻ അടിച്ചവനെ താഴെ ഇട്ടിരിക്കണമെന്ന് നമുക്ക് തോന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സിനിമയിലോട്ട് വന്നപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തും എനിക്ക് ഫീൽ ആയില്ല. ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ വലിയ കുഴപ്പമില്ല, നൈസായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു ക്ലൈമാക്സ് ഫൈറ്റോട്ട് എങ്ങനെ എത്തിയെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. കാരണം പെട്ടെന്ന് അങ്ങ് പോവാണ് കുറേ കാര്യങ്ങൾ. അതായത് ഇപ്പോൾ നമ്മൾ ഇതിനു മുമ്പുള്ള ജാക്കി ജാൻ്റെ ആ ഒരു കരാട്ടെ കിഡ് എടുത്ത് നോക്കുവാണെങ്കിൽ ആ ഒരു മൂവിയിൽ ഓരോ ട്രെയിനിങ് സെക്ഷൻസും അല്ലെങ്കിൽ ഇയാൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതും ഓരോ ഫൈറ്റും പരിപാടി എല്ലാം എടുത്ത് കാണിച്ചു ഭയങ്കര ഒരു ഇമോഷണലും ടെമ്പറും എല്ലാം ബിൽഡ് ചെയ്തിട്ടാണ് ക്ലൈമാക്സ് ഫൈറ്റിലോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. പെട്ടെന്ന് ഒന്ന് നമ്മൾ ഒരു എന്താ പറയുക, ഒരു ഫീൽ ഗുഡ് ഫൈറ്റ് കണ്ട പോലെ എല്ലാം പെട്ടെന്ന് ഇവനെ പ്രാക്ടീസ് ചെയ്യും. അതായത് പുള്ളിക്കാരൻ ഓൾറെഡി കുൻഫ് അറിയുന്ന ഒരാളാണ്, അപ്പോൾ അവന് കരാട്ടെ ലൈക്ക് ഒരു 7 ഡേയ്സിൻ്റെ അത് പഠിക്കണം. അതിനാണ് റാഫേൽ വരുന്നത്, ആ ഒരു ക്യാരക്ടർ വരുന്നത്, പുള്ളിക്കാരനും ജാക്കി ജാനും ഒരുമിച്ച് ഇയാളെ പഠിപ്പിക്കുന്നു. ചെറിയ ചെറിയ ഫൈറ്റ് ഉടനെ തന്നെ ഫൈനൽ ഫൈറ്റിലോട്ട് പോകുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു ഇമോഷണലോ അല്ലെങ്കിൽ ഒരു എൻഗേജിങ്ങോ അല്ലെങ്കിൽ ഒരു ഫീൽ ഇല്ല സിനിമ കാണാനായിട്ട്. ഇങ്ങനെ അങ്ങ് കണ്ടുകൊണ്ടിരിക്കും, സിനിമ തീർന്നു, ഓക്കെ ബൈ, ആ ഒരു ഫീലാണ്. കാരണം ജാക്കി ജാൻ റാഫേലൊക്കെ ഉണ്ട്, അവരൊക്കെ നല്ലൊരു അടിപൊളി ആക്ടേഴ്സ് ആണ്. അവരെ ഈ ഒരു മൂവിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയേണ്ടി വരും. കാരണം ജാക്കി ജാൻ കുഴപ്പമില്ലാത്ത കുറച്ച് സ്ക്രീൻ ടൈമിലെങ്കിലും, റാഫേലൊക്കെ വളരെ കുറവാണ് സ്ക്രീൻ ടൈം. അതും പുള്ളിക്കാരൻ വരുന്നത് പിന്നെ ഈ ഒരു ക്യാരക്ടറിനെ കരാട്ടെ പഠിപ്പിക്കാനാണ്. സോ അയാൾ വരുന്നതും പിന്നെ ഇവർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്സ് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കോമഡി വൈബിൽ കരാട്ടയാണോ കുൻഫു ആണോ ബെറ്റർ, അതൊക്കെ കുഴപ്പമില്ല, നൈസായിട്ട് പോകുന്നുണ്ട്. ഒരു സീരിയസ് സിറ്റുവേഷനിലും അതൊക്കെ ഒന്ന് ലൈക്ക് നൈസായിട്ട് വർക്ക് ആവുന്നുണ്ട്. പക്ഷെ ഓവർ നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഡിസപ്പോയിന്റ് ആണ് ഈ ഒരു മൂവിയിൽ. കാരണം കരാട്ടെ ഫ്രാഞ്ചൈസിയിൽ കരാട്ടെ ഇതിനു മുമ്പ് റിലീസായ 3 പറയുന്ന ടോപ്പ് ലെവലിൽ നിൽക്കുന്ന മൂവിയാണ്. സോ അതിൽ തന്നെ ജാക്കി ജാൻ വരുന്നു, പഴയ കരാട്ടെ റാഫേൽ, അവരെല്ലാം വരുന്നു. സോ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു എനിക്ക് സിനിമയിൽ. പക്ഷെ സിനിമ കണ്ടു നോക്കുമ്പോൾ ഞാൻ ഒട്ടും ഹാപ്പി അല്ല. കാരണം ലെജൻഡറി മൂവി ഫ്രാഞ്ചൈസിയാണ്. ആൻഡ് കരാട്ടെ മൂവി ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള മൂവിയാണ്. അതും ജാക്കി ജാനും ജേഡൻ സ്മിത്തുള്ള മൂവി കണ്ടിട്ടൊക്കെ കരാട്ടെ പഠിക്കണം എന്നുള്ള ഒരു തോട്ടിലൊക്കെ പോയി ഞാൻ പഠിച്ചിട്ടുണ്ട്. സോ അത്രമാത്രം എന്നെ ഇൻസ്പയർ ചെയ്ത ഒരു മൂവി ഫ്രാഞ്ചൈസിയാണ്. അവരുടെ മൂവി എന്നൊക്കെ പറയുമ്പോൾ ഒരു ലെവൽ ഉണ്ടല്ലോ, അത് കീപ്പ് ചെയ്ത് മൂവിയിൽ പോയിട്ടില്ല, അത്രേ ഉള്ളൂ. ഇത് എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ്, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. നിങ്ങളിപ്പോൾ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.